നമസ്കാരം. KMCN വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ധനമന്ത്രിയുടെ പ്രഖ്യാപനം നിലമ്പൂരിലെ വോട്ടർമാരെ സ്വാധീനിക്കാനും തെരഞ്ഞെടുപ്പിനെ ദുരുപയോഗം ചെയ്യുവാനുമാണെന്ന് KC വേണുഗോപാൽ MP. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവമായി കാണണമെന്നും KC വേണുഗോപാൽ. ചേർത്തല നഗരസഭാ പരിധിയിലെ കയ്യേറ്റമൊഴിപ്പിക്കൽ രണ്ടാം ഘട്ടം. നഗരസഭാ ജീവനക്കാരും കച്ചവട സ്ഥാപന ഉടമകളും തമ്മിൽ വാക്കേറ്റം. പോലീസ് എത്തി നടപടികൾ പുനരാരംഭിച്ചു. ഏകാരോഗ്യം ഏകലോകമെന്ന സന്ദേശമോദി അന്താരാഷ്ട്ര യോഗ ദിനം. യോഗയുടെ ഗുണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. വിവിധയിടങ്ങളിൽ യോഗ ദിനം ആചരിച്ചു. പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ സിൽക്ക് സുവർണ ജൂബിലിയുടെ നിറവിലേക്ക്. 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ജൂൺ 24 ചേർത്തലയിൽ നടക്കും. വിശദാംശങ്ങളിലേക്ക്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ധനമന്ത്രിയുടെ പ്രഖ്യാപനം നിലമ്പൂരിലെ വോട്ടർമാരെ സ്വാധീനിക്കുവാനും തെരഞ്ഞെടുപ്പിനെ ദുരുപയോഗം ചെയ്യുവാനുമാണെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ഗൗരവമായി കാണണമെന്നും KC പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ക്ഷേമ പെൻഷനുകള് തെരഞ്ഞെടുപ്പിന് മുൻപ് കുടിശ്ശികയായത് വിതരണം ചെയ്യുന്ന രീതിയെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ശക്തമായി വിമർശിച്ചിരുന്നു. ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ അവകാശമാണ്. എല്ലാ മാസവും ഒരു കുടിശ്ശികയുമില്ലാതെ പെൻഷൻ കിട്ടാൻ അവർക്ക് അർഹതയുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 2500 രൂപ പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാരാണ്. സർക്കാരിന്റെ കാലാവധി തീരാൻ പോകുന്ന സമയത്തും 1600 രൂപ മാത്രമാണ് നൽകുന്നത്. അതും കുടിശ്ശികയാക്കിയിട്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകുന്ന രീതിയെയാണ് ഞാൻ വിമർശിച്ചത്. അതിനെതിരായിട്ട് ഒരുപാട് കോലാഹലമായിരുന്നു. ഇവിടെ എന്റെ വീട്ടിലേക്ക് മാർച്ച്, കോലം കത്തിക്കുക, എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 16-ാം തീയതി ഇലക്ഷൻ 19-ാം തീയതി ആയിരുന്നു. 16-ാം തീയതി സർക്കാരിന്റെ ഒരു ഉത്തരവ് പ്രഖ്യാപനം, ധനമന്ത്രിയുടെ പ്രഖ്യാപനം. ഈ മാസത്തെ കുടിശ്ശിക 20-ാം തീയതി മുതൽ വിതരണം ചെയ്യും. കുടിശ്ശിക വിതരണം ചെയ്തൊരു പ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ല. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അതൊരു സർക്കാർ ഉത്തരവ് വേണമെങ്കിൽ ആ സർക്കാർ ഉത്തരവിലൂടെ കൊടുത്താൽ മതി. അതിനു പകരം ധനമന്ത്രി പത്രക്കുറിപ്പിറക്കി പത്രപ്രവർത്തകരുടെ വാട്സപ്പ് മെസ്സേജുകളുടെ മെസ്സേജ് നൽകി അദ്ദേഹത്തിന് നേരിട്ട് അദ്ദേഹം തന്നെ 20-ാം തീയതി മുതൽ വിതരണം ചെയ്യും. അതെന്റെ കയ്യിലുണ്ട്. ആ 16-ാം തീയതി നിലമ്പൂരിലെ വോട്ടർമാരെ സ്വാധീനിക്കാനും തെരഞ്ഞെടുപ്പിനെ ദുരുപയോഗം ചെയ്യാനും വേണ്ടി മാത്രമായിരുന്നു ക്ഷേമ പെൻഷൻ ഈ മാസം 20 മുതൽ നൽകുമെന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനമെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ഗൗരവമായി കാണണം. പരാതി നൽകുന്നതിനെക്കുറിച്ച് UDF ആലോചിക്കും. ജനങ്ങളെ തുടർച്ചയായി കബളിപ്പിക്കുന്ന സർക്കാരിന്റെ കള്ളക്കളി അവസാനിപ്പിക്കണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് തീയതി 19-നായിരുന്നു. എന്നാൽ അതിന് 3 ദിവസം മുമ്പായി 16-ന് ധനമന്ത്രി ക്ഷേമ പെൻഷൻ 20-ാം തീയതി മുതൽ വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപനം നടത്തി. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയും മാധ്യമപ്രവർത്തകരുടെ വാട്സപ്പിലേക്കും അറിയിപ്പായും അത് നൽകി. കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് എന്തിനായിരുന്നു പ്രഖ്യാപനം? കുടിശ്ശികയായ അത് നൽകുന്നത് സ്വാഭാവിക നടപടിക്രമം മാത്രമല്ലേ? സർക്കാർ ഉത്തരവ് ഇറക്കിയാൽ മതിയായിരുന്നല്ലോ എന്നും KC ചോദിച്ചു. 21-ാം തീയതിയായിട്ടും ക്ഷേമ പെൻഷന്റെ തുക ട്രഷറിയിൽ എത്തുകയോ സാധാരണക്കാരന് വിതരണം ചെയ്യുകയോ ചെയ്തിട്ടില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണോ സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം വൈകിപ്പിക്കുന്നതെന്ന് ന്യായമായി സംശയിക്കാമെന്നും KC പറഞ്ഞു. ചേർത്തല നഗരസഭാ പരിധിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ജീവനക്കാരും കച്ചവട സ്ഥാപന ഉടമകളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പോലീസ് എത്തിയാണ് നടപടികൾ പുനരാരംഭിച്ചത്. നഗരസഭയുടെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന കച്ചവട സ്ഥാപനങ്ങൾക്ക് എതിരെയാണ് നടപടിയുമായി നഗരസഭ മുന്നോട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച ഇത്തരത്തിൽ സ്ഥലം കയ്യേറിയ കച്ചവട സ്ഥാപനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ ഒഴിപ്പിച്ചിരുന്നു. ഇതിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് ശനിയാഴ്ച രാവിലെ അപ്സര ജംഗ്ഷൻ മുതൽ പടിഞ്ഞാറോട്ടുള്ള അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചത്. കടകൾ പൊളിച്ചുമാറ്റാൻ നഗരസഭാ ജീവനക്കാർ എത്തിയപ്പോൾ കച്ചവട സ്ഥാപന ഉടമകൾ എതിർക്കുകയും തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടായി.
പിന്നീട് പോലീസ് എത്തിയാണ് ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചത്. ചേർത്തലയിൽ നഗരസഭ പരിധിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്കെതിരെ പരാതി നൽകി ഒരു നിർധന കുടുംബം. കഴിഞ്ഞ ദിവസമാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരസഭാ പരിധിയിൽ അനധികൃത കയ്യേറ്റം നടത്തി കച്ചവടം നടത്തിവന്ന സ്ഥാപനങ്ങൾ പൊളിച്ചുമാറ്റിയത്. ഇതിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു നിർധന കുടുംബം. നഗരസഭ 10ാം വാർഡ് ഗോകുലത്തിൽ ഗോപിയും ഭാര്യ സുലോചനയുമാണ് നഗരസഭയുടെ നടപടിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 50 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന തങ്ങളുടെ തട്ടുകട പൊളിച്ചുമാറ്റിയതിനെതിരെയാണ് പരാതി. ഈ കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം കഴിയുന്നതെന്നും ഗോപിയും കുടുംബവും പറഞ്ഞു. ഈ 19-ാം തീയതി രാവിലെ 7 മണിയായപ്പോൾ ഞാൻ മകനും കൂടെ ഇദ്ദേഹത്തെ കൊണ്ട് ചെക്കപ്പിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിൽക്കുമ്പോൾ ഇവിടെ അടുത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, ചേച്ചി നിങ്ങളുടെ കട പൊളിക്കുന്നു എന്ന്. ചേർത്തല മുനിസിപ്പാലിറ്റി ഒരു 250 പേർക്ക് തെരുവോര കച്ചവടം എന്ന് പറഞ്ഞൊരു ലൈസൻസും അതിനൊരു ID പ്രൂഫും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിൽ പുള്ളിക്ക് സംസാരശേഷി സ്വല്പം കുറഞ്ഞതുകൊണ്ട് എൻ്റെ ഫോൺ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. 24 മണിക്കൂറും വർക്കിങ്ങിലുള്ളൊരു ഫോണാണിത്. ഇന്നുവരെ ഒരു വ്യക്തി എൻ്റെ ഫോണിലോട്ടൊന്ന് വിളിച്ച് നിങ്ങൾ ഇതുപോലെ ദേവസ്വം ബോർഡ് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ കടയൊന്ന് പൊളിച്ചു മാറ്റണം, സ്വയമേ പൊളിച്ചു മാറ്റണം, അല്ലാത്ത പക്ഷം ഞങ്ങൾ 2 ആഴ്ചക്കകം ഞങ്ങൾ പൊളിക്കും എന്നൊരറിയിപ്പ് എനിക്കോ എൻ്റെ ഭർത്താവിനോ കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് അവരറിയിച്ചു എന്നാണ്. പട്ടികജാതി ഹിന്ദുപ്പുലേ സമുദായ അംഗമായ ഞങ്ങൾ 50 വർഷമായിട്ട് നിൽക്കുന്ന ഈ സ്ഥാപനം അവരനധികൃതമായിട്ട് കൊണ്ടുപോകുക ഞങ്ങൾക്കൊരു 50,000 രൂപ നഷ്ടമുണ്ട്. കൂടാതെ ഇദ്ദേഹത്തിന് ആഴ്ച 3 പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ടതാണ്. ഞാൻ പേസ് മേക്കർ ഹോൾഡറായിട്ട് 11 വർഷമായി. 2ാമത്തെ സർജറി കഴിഞ്ഞിട്ട് എനിക്കിപ്പം ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് പഴയതുപോലെ ഓട്ടോറിക്ഷ ഓടിക്കാൻ പാടില്ല. ഇനി ഒരു സർജറി എനിക്ക് നടക്കില്ല എന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് എനിക്ക് റിപ്പോർട്ട് വന്നിരിക്കുന്ന. അതിൻ്റെ വെളിച്ചത്തിൽ അടുത്ത ആഴ്ച നമുക്ക് ഈ കട വേറൊരു അദ്ദേഹത്തെ കൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല. ഞങ്ങളുടെ മരുന്നിനെങ്കിലും ചിലവിന് വേണ്ട മരുന്നിനെങ്കിലും ഒരു 10-20 രൂപ കാശ് ഉണ്ടാക്കിക്കാമെന്നും പറഞ്ഞ് ഒരാളെ കൂടെ പലഹാരം ഉണ്ടാക്കാനും ചായക്ക് ഇങ്ങനെ കൈ പൊക്കി ചായ അടിക്കാൻ വയ്യ. ഈ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യാനിരുന്ന സമയത്താണ് ഇവർ ഇത് ചെയ്തത്. ഗുരുതര രോഗബാധിതരാണ് ഇരുവരും. മരുന്ന് വാങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഈ തട്ടുകട മാത്രമാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയമെന്ന് നഗരസഭയ്ക്കും ചേർത്തല ശ്രീ കാർത്തിയായനി ദേവീക്ഷേത്ര അധികൃതർക്കും നൽകിയ പരാതിയിൽ പറയുന്നു. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനം. യോഗയുടെ ഗുണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. വിവിധയിടങ്ങളിൽ യോഗ ദിനം ആചരിച്ചു. ചേർത്തലയിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ യോഗ ദിനാചരണം നടത്തി. സേവാഭാരതി ചേർത്തല യൂണിറ്റും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൂജ ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. യോഗ ഫോർ 1 എർത്ത് 1 ഹെൽത്ത് എന്നതാണ് ഇന്നത്തെ സന്ദേശം. എല്ലാവർക്കും ആരോഗ്യം പ്രാധാന്യം ചെയ്യാനും ആരോഗ്യം നിലനിർത്താനും നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാം. നല്ലൊരു നാളേക്കായിട്ട്, ആരോഗ്യത്തോടെയുള്ള നല്ലൊരു നാളേക്കായിട്ട് നമുക്ക് യോഗ നമ്മുടെ കൂടെ കൊണ്ടുപോകാം. അതൊരു ജീവിത ശൈലിയാക്കാം. പല രോഗങ്ങൾക്ക് വേണ്ടിയിട്ടും അതിനെ നിയന്ത്രിക്കാനും രോഗങ്ങളെ നിയന്ത്രിക്കാനും രോഗം വരാതിരിക്കാനും നമുക്ക് യോഗ നമ്മുടെ ഒരു ജീവിതശൈലിയാക്കാം. യോഗ കൺവീനർ ഡോക്ടർ ദീപ്തി യോഗ ക്ലാസ് നയിച്ചു. ദേശീയ സേവാഭാരതി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി PN ജയശങ്കർ, സേവാഭാരതി ചേർത്തല യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സുജിത, ജനറൽ സെക്രട്ടറി നവീൻ കുമാർ, സെക്രട്ടറി പ്രശാന്ത്, ട്രഷറർ അജയൻ G നായർ, മീഡിയ കോർഡിനേറ്റർ ശ്യാം ഉദയൻ, ബിന്ദു VT തുടങ്ങിയവരും പങ്കെടുത്തു. വൈക്കത്ത് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. മറവൻതുരുത്ത് ഗ്രാമപഞ്ചായത്തിന്റെയും മറവൻതുരുത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത്. മറവൻതുരുത്ത് SNDP ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രീതി ഉദ്ഘാടനം ചെയ്തു. ഹോമിയോ ഡിസ്പെൻസറി ഇതുപോലെ തന്നെ കിഴക്ക് പടിഞ്ഞാറ് വാർഡുകളിലായി തന്നെ യോഗ ക്ലാസുകൾ ആരംഭിച്ചു. ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ നമുക്ക് തുടരുവാൻ തന്നെ സാധിക്കുന്നുണ്ട്. ക്രിസ്മസ് സമയങ്ങളിലെല്ലാം നമ്മുടെ ഈ കുട്ടികളെന്ന് തന്നെയാണ് ഇവരെ വിശേഷിപ്പിക്കുവാനുള്ളത്. ഇവരുടെ വലിയൊരു കൂട്ടായ പ്രവർത്തനം തന്നെയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിച്ചത്. അതെല്ലാം കാണുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ്. ഞങ്ങളുടെ ഭരണസമിതി ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തുന്നത്
ആരോഗ്യ മേഖലയ്ക്ക് തന്നെയാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ടി പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. മറവന്തുരുത്ത് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും മികച്ച സഹകരണമാണ് ലഭിക്കുന്നതെന്നും ഈ വർഷത്തെ യോഗാ സന്ദേശമായ ഏകാരോഗ്യം ഏകലോകം എന്നുള്ളത് പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും നാഷണൽ ആയുഷ് മിഷൻ യോഗ ഇൻസ്ട്രക്ടർ ശാലിനി പറഞ്ഞു. അതായത് മറവന്തുരുത്ത് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ആയുഷ് യോഗ ക്ലബ്ബുകൾ ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ഏകദേശം ഒരു 50ഓളം വിദ്യാർത്ഥികളുടെ പഠിതാക്കളുടെ ഒരു പ്രാക്ടീസാണ് ഇവിടെ നടന്നത്. കോമൺ യോഗ പ്രോട്ടോകോൾ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്ന കോമൺ യോഗ പ്രോട്ടോകോൾ പ്രകാരമുള്ള യോഗാസനങ്ങളെല്ലാം തന്നെ അവരിവിടെ ചെയ്തു. ഇത് എല്ലാ വാർഡുകളിലെയും അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ്. ഇനിയും ഇതിലേക്ക് കൂടുതൽ അംഗങ്ങൾ വന്ന് ഇപ്രാവശ്യത്തെ ഇക്കൊല്ലത്തെ യോഗ മെസ്സേജായ സന്ദേശമായ ഏകാരോഗ്യം ഏകലോകം എന്നുള്ള സന്ദേശം ലോകം മുഴുവൻ പ്രചരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനു ആർ മംഗലത്ത് യോഗാ ദിന സന്ദേശം നൽകി. ചടങ്ങിൽ പഞ്ചായത്തിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീമ ബിനു, മെമ്പർമാരായ പോൾ തോമസ്, സുരേഷ് കുമാർ, പ്രമീള രമണൻ, ഗീത ദിനേശൻ തുടങ്ങിയവരും പങ്കെടുത്തു. തുടർന്ന് യോഗ പ്രദർശനവും നടന്നു. റിതംപര ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ കലൂരിൽ സംഘടിപ്പിച്ച യോഗ ദിനാചരണത്തിൽ 250ഓളം പേർ പങ്കെടുത്തു. റിതംപര ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ കലൂരിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിനം റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ് സിറിയക് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ പ്രൊഫസർ ഗൗരി മഹുലിക്കർ യോഗാദിന സന്ദേശം നൽകി. ചിന്മയ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ PN സുദർശൻ മുഖ്യ അതിഥിയായി. ചടങ്ങിൽ യോഗ സർട്ടിഫിക്കറ്റ് കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. തുടർന്ന് 250 പേർ യോഗ പരിശീലനത്തിൽ അണിനിരന്നു. വിനീഷ് കമത്ത് സ്വാഗതവും അരുൺകുമാർ നന്ദിയും പറഞ്ഞു. റിതംപര ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ കലൂരിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗാ ദിനം റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ് സിറിയക് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ പ്രൊഫസർ ഗൗരി മഹുലിക്കർ യോഗാദിന സന്ദേശം നൽകി. ചിന്മയ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ PN സുദർശൻ മുഖ്യ അതിഥിയായി. ചടങ്ങിൽ യോഗ സർട്ടിഫിക്കറ്റ് കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. തുടർന്ന് 250 പേർ യോഗ പരിശീലനത്തിൽ അണിനിരന്നു. വിനീഷ് കമത്ത് സ്വാഗതവും അരുൺകുമാർ നന്ദിയും പറഞ്ഞു. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെടുത്തു. പല്ലന സ്വദേശി സുഖദേവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. തോട്ടപ്പള്ളി പുഴയിൽ നിന്നും ശനിയാഴ്ച രാവിലെ മത്സ്യബന്ധനത്തിന് പോയ പമ്പ ഗണപതി എന്ന വള്ളത്തിലെ തൊഴിലാളിയായ പല്ലന പടിയിറ്റെടുത്ത് സുഖദേവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പുഴയിൽ നിന്നും കടലിലേക്ക് പോകുന്നതിനിടെ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞാണ് അപകടമുണ്ടായത്. വള്ളത്തിലുണ്ടായിരുന്ന അനിയൻകുഞ്ഞ്, പ്രകാശൻ, ബിജു, സന്തോഷ്, മനോജ്, കുഞ്ഞുമോൻ എന്നീ തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. കാണാതായ സുഖദേവിനായി തോട്ടപ്പള്ളി തീരദേശ പോലീസും മറ്റ് മത്സ്യത്തൊഴിലാളികളും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തെരച്ചിലിന് ഒടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ സിൽക്ക് സുവർണ ജൂബിലിയുടെ നിറവിലേക്ക്. 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ജൂൺ 24 ചേർത്തലയിൽ നടക്കുമെന്ന് PP ചിത്തരഞ്ജൻ MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായ രംഗത്തെ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാപനമാണ് സിൽക്ക്. 1975 സ്ഥാപിക്കപ്പെട്ട ഈ സ്ഥാപനം 50 വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിന് സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഈ 24-ാം തീയതി മുതൽ 1 വർഷക്കാലം വളരെ സമുചിതമായി ആഘോഷിക്കുവാനാണ് ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് നമ്മുടെ നാട്ടിലെ എല്ലാ പൊതുമേഖലാ വ്യവസായങ്ങളെയും സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും വേണ്ടിയുള്ള വളരെ ശക്തമായിട്ടുള്ള ഇടപെടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ ഇൻഡസ്ട്രിയൽസ് കേരള ലിമിറ്റഡ് സുവർണ ജൂബിലിയുടെ നിറവിലേക്ക്.
1975 സംസ്ഥാനത്ത് ഇരുമ്പുരുക്ക് വ്യവസായത്തിന് കരുത്തേകാൻ സ്ഥാപിക്കപ്പെട്ട സിൽക്ക് 50 വർഷം പൂർത്തിയാക്കി ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ജൂൺ 24-ന് ചേർത്തലയിലെ സിൽക്ക് സ്റ്റീൽ ഫാബ്രിക്കേഷൻ യൂണിറ്റ് അങ്കണത്തിൽ നടക്കും. പി ചിത്രരഞ്ജൻ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രി P രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന ലോഗോ പ്രകാശനം KC വേണുഗോപാൽ MPയും നിർവഹിക്കും. തുടർന്ന് സിൽക്ക് ജീവനക്കാർ ഉൾപ്പെടുന്ന കലാപരിപാടികളും ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ സിൽക്ക് ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇക്ബാൽ TM, സിൽക്ക് MD TG ഉല്ലാസ് കുമാർ, സിൽക്ക് ജനറൽ മാനേജർ ഷൈനി ജോസ് തറയിൽ, SF യൂണിറ്റ് ഹെഡ് ഷാൽബിൻ MA, മറ്റ് യൂണിയൻ നേതാക്കൾ എന്നിവരും പങ്കെടുത്തു. സിൽക്കിനെ സംബന്ധിച്ച് ഒരു ചരിത്രപരമായ ഒരു സമ്മേളനമാണ് ഈ 24-ാം തീയതി നമ്മുടെ ചേർത്തലയിൽ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് കൈവരിച്ച നേട്ടങ്ങൾ ഓരോന്നും ഊന്നി പറഞ്ഞുകൊണ്ട് വളരെ ഒരു വലിയ പരിപാടിയായിട്ടാണ് ഞങ്ങൾ ഈ 24-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ചേർത്തലയിൽ സംഘടിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട MLAയുടെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗം നമ്മുടെ ആദരണീയനായ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവ് അവർ ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ലോഗോ പ്രകാശനം ബഹുമാനപ്പെട്ട നമ്മുടെ ആലപ്പുഴയുടെ MP ശ്രീ KC വേണുഗോപാൽ നിർവഹിക്കും. MLAമാരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള പ്രമുഖർ ആ സമ്മേളനത്തിൽ യൂണിയന്റെ നേതാക്കൾ ഉൾപ്പെടെ ട്രേഡ് യൂണിയന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ആ സമ്മേളനത്തിൽ പങ്കെടുക്കും. ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ചേന്നംപള്ളിപ്പുറം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജൂൺ 26-ന് മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്തിന്റെ പരിധിയായിട്ടുള്ള ചെങ്ങണ്ട പാലം മുതൽ കൃഷിഭവൻ സ്വാഗതം ബോർഡ് വരെയാണ് ഈ ചങ്ങല തീർക്കുന്നത്. ഏകദേശം 7.5 കിലോമീറ്ററാണ് ദൂരദൈർഘ്യം വരുന്നത്. 7000-ത്തിലധികം വരുന്ന ജനങ്ങൾ അണിനിർത്തിക്കൊണ്ടാണ് ഈ മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ സാമുദായിക അംഗങ്ങൾ ഉൾപ്പെടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീയുടെ പ്രവർത്തകർ, അങ്ങനെ യുവജന ക്ലബിന്റെ പ്രവർത്തകർ മുഴുവൻ ആവാലവൃദ്ധം വരുന്ന പള്ളിപ്പുറത്തെ മുഴുവൻ ആൾക്കാരും ഇതിന്റെ കണ്ണുകളായി തീരുകയാണ്. ഇതൊരു പുതിയൊരു മാറ്റത്തിന്റെ രീതിയായി മാറുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ യുവതലമുറ സിന്തറ്റിക് ഡ്രഗ്സിന് അടിമപ്പെട്ടു പോകുന്ന സ്ഥിതിയാണ്. അതിനെതിരെ വലിയൊരു കണ്ണി നമ്മളെല്ലാം തന്നെ തീർക്കേണ്ടതുണ്ട്. വീട്ടിലിരിക്കുന്ന എല്ലാ മാതാപിതാക്കളും അതേപോലെ തന്നെ കൊച്ചനുജന്മാരുൾപ്പെടെ അനുജത്തിമാരുൾപ്പെടെ മുഴുവൻ ആൾക്കാരും ഇതിനൊരു ഭാഗമാകണം. ഈ ലഹരി മാഫിയക്കെതിരെ വലിയ രീതിയിലുള്ള ഈ ഒരു കണ്ണി തീർത്താൽ മാത്രമേ നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് ഈ ഒരു പരിപാടി ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം, ലോക ലഹരി വിരുദ്ധ ദിനമാണ്. ആ ദിനത്തിൽ തന്നെ നമ്മൾ ഈ ചങ്ങല തീർക്കുകയാണ്. കൃത്യം രാവിലെ 11 മണിക്കാണ് ചങ്ങല തീർക്കുന്നത്. 11 മണി മുതൽ 11:05 വരെ ഉള്ള സമയത്താണ് നമ്മൾ ഈ ചങ്ങല തീർക്കുന്നത്. അങ്ങനെ മുഴുവൻ വ്യാപാരി സമൂഹം ഉൾപ്പെടെ നമ്മുടെ ഈ കണ്ണിയേട് അണിചേരുമ്പോൾ ഇതിന്റെ അനുബന്ധ പരിപാടികളായിട്ട് ഈ വരുന്ന ഞായറാഴ്ച 22-ാം തീയതി വൈകിട്ട് 6 മണിക്ക് വിവിധ വാർഡ് കേന്ദ്രങ്ങളിൽ ഇതിന്റെ ഒരു ജ്വാല തെളിയിക്കുക, ലഹരി വിരുദ്ധ ദീപം തെളിയിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതേപോലെ തന്നെ ലഹരി വിരുദ്ധ നാടകങ്ങൾ, അതേപോലെ തന്നെ ഫ്ലാഷ് മോബ് ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നുണ്ട്. നാടിനെ ആപൽക്കരമായി ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മദ്യ മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കുക, അതിനെതിരെ ജനങ്ങളിൽ പൊതുബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് ചേന്നംപള്ളിപ്പുറം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. കൈകോർക്കാം നമുക്കൊന്നായി, തകർക്കാം ലഹരിയുടെ ശൃംഖലകൾ എന്ന മുദ്രാവാക്യമുയർത്തി പഞ്ചായത്ത് അതിർത്തിയായ കൃഷിഭവൻ മുതൽ ചെങ്ങണ്ട പാലം വരെയാണ് രാവിലെ 11-ന് മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. മന്ത്രി സജി ചെറിയാൻ ആദ്യ കണ്ണിയും മന്ത്രി P പ്രസാദ് അവസാന കണ്ണിയുമാകും. ദലീമ ജോജോ MLA, KG രാജേശ്വരി, VR രജിത, ബിജു മല്ലാരി, രാജീവ് ആലിങ്കൽ, TS സുധീഷ് തുടങ്ങിയവർ കണ്ണികളാകുന്നു. ഇതിനോടനുബന്ധിച്ച് തെരുവ് നാടകം, ഫ്ലാഷ് മോബ്, ബോധവൽക്കരണ ക്ലാസുകൾ, രചനാ മത്സരങ്ങൾ, ജാഗ്രതാ സമിതി യോഗങ്ങൾ എന്നിവയും നടക്കുന്നു. കഞ്ഞിക്കുഴിയിൽ സമ്പൂർണ്ണ കുരുമുളക് ഗ്രാമം ഞാറ്റുവേല പദ്ധതിക്ക് തുടക്കമായി. ഒരു കുടുംബത്തിൽ ആവശ്യമുള്ള കുരുമുളക് വീട്ടുവളപ്പിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് പരിധിയിലെ എല്ലാ കുടുംബങ്ങളിലും കുരുമുളക് കൃഷി സാധ്യമാക്കുക എന്ന ഉദ്ദേശ്യത്തോടെ നടപ്പിലാക്കുന്ന കുരുമുളക് ഗ്രാമ പദ്ധതി ഞാറ്റുവേല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതി തീരുമ്പോൾ ഞാറ്റുവേല സമയമല്ലാത്തതുകൊണ്ട് സ്പില്ലോവർ ആക്കിക്കൊണ്ട് ഈ വർഷം ഞാറ്റുവേല സമിതി ഇത് കൊടുക്കണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ചത്.
ബൈരഞ്ജിത്ത് പഞ്ചായത്തിൽ വന്നപ്പോൾ മുതലുള്ള ഒരു ആഗ്രഹമാണ് നമ്മുടെ പഞ്ചായത്തിലൊരു സമ്പൂർണ്ണ കുരുമുളക് ഗ്രാമം ആക്കി മാറ്റണമെന്നുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പച്ചക്കറി മുഴുവൻ വീടുകൾക്ക് കൊടുക്കുന്നുണ്ട്, കിഴങ്ങ് വർഗ്ഗം കൊടുക്കുന്നുണ്ട്, മറ്റ് വിളകൾക്കെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പദ്ധതി നടപ്പിലാക്കി വരികയാണ്. തെങ്ങ് കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കുരുമുളക് ഇതിനു മുമ്പ് കൊടുക്കാതെ ഇരുന്നിട്ടില്ല. പലവട്ടം ഡിപ്പാർട്ട്മെന്റ് ഫണ്ടൊക്കെ ആയിട്ട് നമ്മൾ കുറേ വട്ടം കുരുമുളക് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇത്രയും വലിയൊരു പദ്ധതിയായിട്ട് ആദ്യമായിട്ടാണ് ഈ പദ്ധതി ഏറ്റെടുക്കുന്നത്. എന്തായാലും അത് ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് നടത്തണമെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ശരിക്കും പദ്ധതിയുടെ അംഗീകാരം ലഭിക്കുന്നതിന് മുന്നേ തന്നെ നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. 4-ാം വാർഡിലെ വാതറമറ്റം ജോയ്മോന്റെ കൃഷിയിടത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ബി ബൈരഞ്ജിത്ത് സ്വാഗതവും വാർഡ് വികസന സമിതി കൺവീനർ ധനുഷ് നന്ദിയും പറഞ്ഞു. കൃഷി ഓഫീസർ റോസ്മി ജോർജ് പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ടി പി കനകൻ, ബി ഇന്ദിര, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി പി ദിലീപ്, അംഗങ്ങളായ എം ഡി സുധാകരൻ, കെ സുരജിത്ത്, ജിജോ രാധാകൃഷ്ണൻ, കർമ്മസേന കൺവീനർ ജി ഉദയപ്പൻ, കൃഷി ഉദ്യോഗസ്ഥരായ എസ് ഡി അനില, സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. കുരുമുളക് നടാൻ ഏറ്റവും അനുയോജ്യമായ ഞാറ്റുവേല സമയമായ ജൂൺ 22 മുതൽ ജൂലൈ 4 വരെയുള്ള കാലയളവിൽ തൈകൾ നട്ട കൃഷിക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്ന തരത്തിൽ 8 കുരുമുളക് ചെടികൾ വീതം പഞ്ചായത്ത് പരിധിയിലെ 9,000-ലധികം വരുന്ന കുടുംബങ്ങളിലും സൗജന്യമായി എത്തിക്കും. പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തൈകൾ വാങ്ങി നൽകുന്നത്. അയൽക്കൂട്ടങ്ങൾ വഴിയാണ് വിതരണം. പരിചരണം അധികമില്ലാത്ത ഗുണമേന്മയുള്ള തൈകളാണ് നൽകുന്നത്. ഒരു കുടുംബത്തിന് ആവശ്യമുള്ള കുരുമുളക് വീട്ടുവളപ്പിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. ചേർത്തല നെടുമ്പ്രക്കാട് ശില്പി ആർട്സ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ PN പണിക്കർ അനുസ്മരണം നടത്തി. ഇതോടൊപ്പം കൃഷി വിജ്ഞാൻ ക്ലാസും സംഘടിപ്പിച്ചു. ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് PN പണിക്കർ അനുസ്മരണം സംഘടിപ്പിച്ചത്. നെടുമ്പ്രക്കാട് ശില്പി ഹാളിൽ നടന്ന അനുസ്മരണ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. വായന എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റിയെല്ലാം വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ സ്വാഗത പ്രസംഗം സൂചിപ്പിക്കുകയുണ്ടായി. വായിച്ച് വളരുക, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിൽ എന്താകും, വളയും, അല്ലേ? അങ്ങനെയാണ് പണിക്കർ സാർ പറഞ്ഞിരിക്കുന്നത്. അപ്പം വായിച്ചാൽ നമ്മളെല്ലാവരും വളരും, വായിച്ചില്ലെങ്കിൽ നമ്മൾ വളയും. അതാണ് അതിൻ്റേതായിട്ടുള്ള ഉദ്ദേശശുദ്ധി. അതാണ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. വായിച്ചില്ലെങ്കിൽ നമ്മൾക്ക് അറിവുകൾ കിട്ടുമോ? അറിവുകൾ കിട്ടത്തില്ല. ഇതുപോലെ യോഗങ്ങളിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. കാരണം നമ്മൾ വീട്ടിലിരുന്ന് കളിക്കുകയോ ചിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മാത്രം കിട്ടുന്നതായിട്ടുള്ള അറിവുകളല്ല. നമ്മൾ ഇതുപോലുള്ളതായിട്ടുള്ള യോഗങ്ങളിൽ വരുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും സംസാരിക്കും. അപ്പം അതൊരു നമ്മൾക്കൊരു അറിവാണല്ലേ. പി ഷാജി മോഹൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വി ടി വിജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന കൃഷി വിജ്ഞാൻ ക്ലാസിന് ചേർത്തല അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഐ ഷുജ ഖാൻ നേതൃത്വം നൽകി. പി എസ് പുഷ്പരാജ, ഡി സൽജി, എസ് സനീഷ്, എ അജി തുടങ്ങിയവരും പങ്കെടുത്തു. കേരളത്തിൽ നിത്യേനയുണ്ടാകുന്ന മുങ്ങിമരണങ്ങളെ നിയന്ത്രിക്കുവാൻ മൈൽ സ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റി തുടക്കം കുറിച്ച സ്വിം കേരള സ്വിം എന്ന നീന്തൽ പരിശീലന പദ്ധതിയുടെ 3ാം ഘട്ടം ജൂൺ 22 മുതൽ ജൂലൈ 15 വരെ വൈക്കത്ത് നടക്കും. നഗരസഭ 13ാം വാർഡിൽ പൂരക്കുളത്തിൽ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് 10 വയസ്സിന് മുകളിലുള്ള 100 കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലിടുക്ക് അതിസാഹസികമായി നീന്തിക്കിടന്ന ആദ്യ മലയാളിയായ എസ് മുരളീധരന്റെ നേതൃത്വത്തിലാണ് ഇതിനാവശ്യമായ പരിശീലനം നൽകുന്നത്. കുട്ടികളുടെ സ്വയം രക്ഷയ്ക്കും മറ്റുള്ളവർക്കും ഉതകുന്നതോടൊപ്പം മികച്ച വ്യായാമവും ഉല്ലാസവും അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്ക ദുരന്തത്തെ സമചിത്തതയോടെ നേരിടാൻ കഴിയുന്ന തരത്തിലുള്ള വിദ്യകളാണ് പരിശീലനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മൈൽ സ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയും അമേരിക്കയിലെ പ്രമുഖ മലയാളി സംഘടനയായ ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഇൻ നോർത്ത് അമേരിക്ക സംയുക്തമായി വൈക്കം നഗരസഭയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സ്വിമ്മിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആലപ്പുഴയിൽ നിന്ന് വന്ന ഒരാളാണ്. ആലപ്പുഴയാണെങ്കിലും ഇവിടെ വൈക്കം പോലെ തന്നെ അതിനേക്കാളും കൂടുതൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. കടൽ, കായൽ, തോടുകൾ ഇതെല്ലാം കണ്ടു വളർന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നീന്തൽ വളരെ പ്രധാനമാണ് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്നതിൽ. ഒരുപാട് ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. കുട്ടികൾക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനറിയുന്നത്, കുട്ടികളായാലും വലിയവരായാലും. നഗരസഭയുടെ മുഴുവൻ വാർഡുകളിൽ നിന്നും താൽപര്യമുള്ളവരെ തെരഞ്ഞെടുക്കും. കൌൺസിലർമാർ മുഖേന ഇതിനായുള്ള രജിസ്ട്രേഷൻ ഫോം വിതരണം ചെയ്യുമെന്ന് നഗരസഭാ അധ്യക്ഷ പ്രീത രാജേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇങ്ങനൊരു പദ്ധതി ഇവിടെ തുടങ്ങാം എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം നമ്മുടെ നാടിനെ കുറിച്ച് നമുക്കറിയാം,
ജലാശയങ്ങളാൽ സമൃദ്ധമായ ഒരു നാടാണ്. പക്ഷേ ഇവിടെ ഒരു നല്ല നീന്തൽ പരിശീലനം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ 100 കുട്ടികൾക്ക് കിട്ടുന്ന ഈ ഒരു അവസരം, അത് വൈക്കം നഗരസഭയെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണിത്. തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങൾ നീന്തൽ പരിശീലനത്തിൻ്റെ ആവശ്യകതയുള്ള നാടാണ്. അത് സ്വയം രക്ഷയ്ക്കും പരരക്ഷയ്ക്കും വേണ്ടി കുട്ടികൾ ഇത് നീന്തൽ പരിശീലനം ആവശ്യമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജൂൺ 22 രാവിലെ 9:30 ജോസ് കെ മാണി MP ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. CK ആശ MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. വൈക്കം നഗരസഭാ അധ്യക്ഷ പ്രീത രാജേഷ് അധ്യക്ഷത വഹിക്കും. വൈസ് ചെയർമാൻ സുഭാഷ് PT, മുൻ MLA K അജിത്, വാർഡ് കൌൺസിലർ ബിന്ദു ഷാജി, മൈൽസ്റ്റോൺ സൊസൈറ്റി ഭാരവാഹികൾ, ഫൊക്കാനയുടെ പ്രതിനിധികൾ തുടങ്ങി വിവിധ മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് PT സുഭാഷ്, ഫൊക്കാന പ്രതിനിധി ലീല മാരറ്റ്, മൈൽസ്റ്റോൺ ജനറൽ സെക്രട്ടറി SP മുരളീധരൻ, വൈസ് പ്രസിഡന്റ് VS ദിലീപ് കുമാർ മമ്പുഴക്കരി, സെക്രട്ടറി ഡോക്ടർ R പൊന്നപ്പൻ, ഇണ്ടംതുരുത്തി റെസിഡൻസ് അസോസിയേഷൻ ട്രഷറർ ചന്ദ്രൻ MP എന്നിവരും പങ്കെടുത്തു. പൂരക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് വൈക്കം മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെ അമേരിക്കയിലെ പ്രമുഖ മലയാളി സംഘടനയായ ഫൊക്കാനയുടെ സ്പോൺസർഷിപ്പോടെയാണ് നമ്മൾ ഈ ചടങ്ങ് നടത്തുന്ന 22 ദിവസത്തെ കോഴ്സാണ് നമുക്ക് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഓരോ ദിവസവും രാവിലെ 6:15 മുതൽ 7:15 വരെ 21 ദിവസം തുടർച്ചയായിട്ട് ഈ ക്ലാസ് ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ധനമന്ത്രിയുടെ പ്രഖ്യാപനം നിലമ്പൂരിലെ വോട്ടർമാരെ സ്വാധീനിക്കാനും തെരഞ്ഞെടുപ്പിനെ ദുരുപയോഗം ചെയ്യുവാനുമാണെന്ന് KC വേണുഗോപാൽ MP. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവമായി കാണണമെന്നും KC വേണുഗോപാൽ. ചേർത്തല നഗരസഭാ പരിധിയിലെ കയ്യേറ്റമൊഴിപ്പിക്കൽ 2ാം ഘട്ടം. നഗരസഭാ ജീവനക്കാരും കച്ചവട സ്ഥാപന ഉടമകളും തമ്മിൽ വാക്കേറ്റം. പോലീസ് എത്തി നടപടികൾ പുനരാരംഭിച്ചു. ഏകാരോഗ്യം ഏകലോകമെന്ന സന്ദേശമോദി അന്താരാഷ്ട്ര യോഗ ദിനം. യോഗയുടെ ഗുണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. വിവിധയിടങ്ങളിൽ യോഗ ദിനം ആചരിച്ചു. പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ സിൽക്ക് സുവർണ ജൂബിലിയുടെ നിറവിലേക്ക്. 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ജൂൺ 24 ചേർത്തലയിൽ നടക്കും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.